നമ്മൾ മുട്ടിലേക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ എല്ലാവർക്കും പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ സ്റ്റിറോയിഡ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. മുട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് ലോങ് ടേം സൈഡ് എഫക്ട്സ് കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന് ബാക്കിയുള്ള എഫക്ട്സും കൂടുതലാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വിസ്കോ സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലറോണിക് ആസിഡ്, നമ്മളൊരു ലൂബ്രിക്കൻ്റ് എന്ന് അർത്ഥമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഓർത്തോബയോളജിക്സ് കാറ്റഗറിയിൽ വരുന്ന PRP സ്റ്റെം സെൽസ്, മിസെൻകൈമൽ സെൽസ്, അഡിപ്പോസ് ടിഷ്യൂ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ഓൾമോസ്റ്റ് 0 ആണ് സൈഡ് എഫക്ട്സ്. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് കുറവാണ്. സോ സ്റ്റിറോയിഡ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറെ എന്താണ് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ബോൺ മാരോ ആസ്പിറേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റിൻ്റെ ഫോട്ടോ ആക്ടിവേറ്റഡ് ഫോംസ് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ PRP പോലും നമ്മൾ ഇപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്ത് വന്നു. അതിന് പലർക്കും എഫക്റ്റ് കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരിക തേയ്മാനം എക്സ്ട്രീം ആകുമ്പോൾ അല്ലെങ്കിൽ വേദന വേറെ ഒന്നിലും കൺട്രോൾഡ് ആവാണ്ടാവുമ്പോഴാണ്. അപ്പോൾ പലപ്പോഴും ഇത് മതിയാവില്ല. PRP ആസ് ഇറ്റ് ഈസ് എ ഗുഡ് ട്രീറ്റ്മെൻ്റ് ആണ്, പക്ഷേ അത് മതിയാവാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്.